ഹലോ ഗൈസ്, നമ്മുടെ കുഞ്ഞുമാവ് വന്നിരിക്കുകയാണ്. എന്നിട്ടാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത്, ഹോസ്പിറ്റൽ ബാഗിൻ്റെ. അപ്പോൾ നമുക്കറിയാമല്ലോ എന്തൊക്കെയൊക്കെ ആവശ്യം വന്നു, എന്തൊക്കെ ആവശ്യം വന്നില്ല എന്ന്. ഇതിൽ കാണിച്ച ഞാനിപ്പോൾ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത് അതിൽ ഏകദേശമൊക്കെ ആവശ്യം വന്നിട്ടുണ്ട്. പിന്നെ ഈ പാത്രങ്ങളും അതൊക്കെ പറയുന്നത് വീടടുത്തായതുകൊണ്ട് എല്ലാ ആവശ്യം ഉണ്ടായിരുന്നില്ല. അതേപോലെ ഡ്രസ്സും എല്ലാം നമുക്ക് യൂസ് ചെയ്യണം എന്നുണ്ടായിരുന്നില്ല. ഞാൻ എക്സ്ട്രാ എടുത്ത് വെച്ചതാണ് 3-4 നമ്മൾ ഡിസ്ചാർജ് ആവണ ചിലപ്പോൾ സിസേറിയൻ ആണെങ്കിൽ 5 ദിവസം കൂടുതൽ എടുക്കുമല്ലോ, അതുകൊണ്ട് എക്സ്ട്രാ എടുത്ത് വെച്ചു. ഇപ്പം നോർമലാണെങ്കിൽ 3 ഡേയ്സിൻ്റെ ഉള്ളിൽ നമുക്ക് ഡിസ്ചാർജ് ആയി പോവാം. സോ അതിനനുസരിച്ചിട്ട് ഇപ്പോൾ ദൂരെ വീടാണെങ്കിൽ എക്സ്ട്രാ എടുത്ത് വെക്കുക. എൻ്റെ അടുത്ത് വീടായതുകൊണ്ട് അച്ഛൻ പോയി വരുന്നതുകൊണ്ട് നമുക്ക് അങ്ങനെ ചെയ്യാം. അതുപോലെ ഷീറ്റുകളും അത്ര ആവശ്യം ഉണ്ടായിരുന്നില്ല. പിന്നെ ഫസ്റ്റ് ഡെലിവറി ആയിരുന്നപ്പോൾ എനിക്ക് നിപ്പിൾ കെയറിൻ്റെ ആവശ്യമൊക്കെ ഉണ്ടായിരുന്നു. നിപ്പിളിൽ തേക്കാൻ നമുക്ക് വേദന പെയിനൊക്കെ ഉണ്ടാകും. പക്ഷേ സെക്കൻഡ് അതിൽ അത്ര ആവശ്യം യൂസ് ചെയ്തില്ല ഞാൻ അങ്ങനെ. പിന്നെ 2 പേരുടെയും കുട്ടീൻ്റെ ഡ്രസ്സ് എടുത്ത് വെച്ചു. പക്ഷേ ഡെലിവറി കഴിഞ്ഞതും മോളിനെ ഞാൻ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ പറഞ്ഞയച്ചു. അതിൻ്റെ മുമ്പ് ഞാൻ അഡ്മിറ്റ് ആവാൻ പോയപ്പോൾ കുട്ടി കൂടെ തന്നെ ഉണ്ടായിരുന്നു. പിന്നെ ഡെലിവറി ആയതും അവൾക്കും എൻ്റെ കൂടെ കിടക്കണം എന്നുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഒരുമിച്ച് 2 പേരെയും കിടത്താൻ പറ്റില്ല, ചെറിയ ബെഡല്ലേ അങ്ങനെ. അപ്പോൾ ഞാൻ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ കൊടുത്തയച്ചു. പിന്നെ ഏകദേശം സാധനങ്ങളൊക്കെ യൂസ് ചെയ്തായിരുന്നു. പിന്നെ സാരിയൊക്കെ നമ്മൾ ഹോസ്പിറ്റലിൽ മറ്റേ ലേബർ റൂമിലേക്ക് കൊടുത്തയക്കണം. അവർ ബ്ലഡൊക്കെ ക്ലീൻ ചെയ്യാനും അതിനൊക്കെ യൂസ് ചെയ്തായിരുന്നു. പിന്നെ തുണിയൊന്നും നമ്മൾക്ക് അവിടെ വാഷ് ചെയ്യാൻ പറ്റില്ല, വലിയ തുണികളൊന്നും. എന്നാലും ചെറിയ അത്യാവശ്യം കുട്ടീൻ്റെ തുണികളും ചെറിയ തുണികളൊക്കെ നമുക്ക് അത്യാവശ്യം വാഷ് ചെയ്യാനുള്ളത് മാത്രം നമ്മൾ ചെറിയൊരു അതിലാക്കി വെച്ചായിരുന്നു. ചെറിയൊരു ടിന്നിൽ ആക്കി വെച്ച് നമുക്ക് എത്ര ആവശ്യം അത് എടുക്കാമല്ലോ. ഫുൾ ബോട്ടിൽ എടുക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ആക്കി വെച്ചത്. അതേപോലെ പാത്രം കഴുകാനും ഡിഷ് വാഷർ അതൊരു ചെറിയ കുപ്പിയിലാക്കി വെച്ച് കഴിഞ്ഞാൽ നല്ലത്. വലിയ കുപ്പി കൊണ്ടുപോകാണ്ടിരിക്കുക, അത്രയും നമ്മൾ സ്പേസ് കുറയുമല്ലോ. പിന്നെ അടുത്തായതുകൊണ്ട് പോയി വരാം, നമുക്ക് സാധനം എന്തെങ്കിലും എടുക്കണം വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ. അപ്പോൾ നിങ്ങൾ കണ്ടു നോക്കുക വീഡിയോയിൽ എന്തൊക്കെയൊക്കെയാണ് ലേബർ റൂമിൽ ആവശ്യം വന്നത്. നേരത്തെ തന്നെ പാക്ക് ചെയ്ത് വയ്ക്കുക. എനിക്ക് ഡേറ്റ് എന്നതിനെയും കാട്ടി മുമ്പേ ഡെലിവറി ആയതായിരുന്നു. അതുകൊണ്ട് എപ്പോഴാണ് ഡെലിവറി എന്ന് പറയാൻ പറ്റില്ല ഡേറ്റ് ഒന്നും. അതുകൊണ്ട് നേരത്തെ ചെയ്ത് വെച്ചാൽ നല്ലതായിരിക്കും. ബാഗ് റെഡിയാക്കി കഴിഞ്ഞു. ഇത് ഹസ്ബൻഡിനുള്ള ഡ്രസ്സ്, എനിക്കുള്ള ഡ്രസ്സ്, ഇന്നേഴ്സ്, പിന്നെ ഇത് മെറ്റർനിറ്റി സാനിറ്ററി പാഡ്, പിന്നെ മോൾക്കുള്ള സോക്സ്, ഇത് മോളുടെ ഡ്രസ്സാണ്. പിന്നെ വരുന്ന കുഞ്ഞു വാവയ്ക്കുള്ള ഷീറ്റ്, ഡയപ്പർ ചേഞ്ചിങ് ഷീറ്റ്, തൊപ്പി, കുഞ്ഞു വാവയ്ക്കുള്ള തൊപ്പി, സോക്സ്, ഗ്ലൗസൊക്കെയാണ്. പിന്നെ ഇത് മോൾക്കുള്ള ഭക്ഷണം കഴിക്കാനുള്ള ഇത്. പിന്നെ 2 പേരുടെയും ഡ്രസ്സ് വെച്ചിട്ടുണ്ട്. കുഞ്ഞു വാവയ്ക്കുള്ളതും മോൾക്കുള്ള ഡ്രസ്സും എല്ലാം കൂടി മിക്സാക്കി വെച്ചിരിക്കുകയാണ് അവർ 2 പേരുടെയും. ടവൽ കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ ഇൻസ്റ്റൻ്റ് ഒരു ക്യാമറ വെച്ചിട്ടുണ്ട്. ഒരു ഫോട്ടോ എടുത്ത് സമയം കിട്ടിയാൽ കൊള്ളാം എന്ന് വിചാരിച്ചിട്ട്. ചെറിയ ഹാൻഡ് കർച്ചീഫ് പോലെ ബേർപ്പ് ചെയ്യുമ്പോഴും അതിനൊക്കെ തുടയ്ക്കാനുള്ള കുഞ്ഞുവാവയ്ക്കൊക്കെ വാഷ് ചെയ്ത് വെച്ചിരിക്കുകയാണിത്. പിന്നെ ഇതിൻ്റെ അകത്തിൽ ബ്രഷ്, പേസ്റ്റ്, ഫേസ് വാഷ്, അങ്ങനെ കുറച്ച് തുണികളുണ്ട്. അടുത്ത ബാഗ് പറഞ്ഞാൽ തോർത്ത്, ഷീറ്റുകൾ, പിന്നെ മുണ്ട്, നമുക്ക് ആവശ്യമുള്ളത്. അവിടെ ഹോസ്പിറ്റലിൽ മുണ്ടൊക്കെ ചോദിക്കുമല്ലോ, മുണ്ട്. പിന്നെ അമ്മയ്ക്കുള്ള നൈറ്റി, ചുരിദാർ ഒക്കെ ഇതിലാണ് വെച്ചിരിക്കുന്നത്. മുണ്ട്. പിന്നെ എനിക്ക് സ്ലിപ്പർ, ബാത്റൂമിലിടാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്ലിപ്പർ വെച്ചിട്ടുണ്ട്. മുണ്ടുകൾ ഹോസ്പിറ്റലിൽ കൊടുക്കാനും അതൊക്കെ ഇതിൽ കൂടെ വെച്ചിരിക്കണം. ഇതൊരു ബാസ്ക്കറ്റ് ഉണ്ട്. ഇത് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ, പ്ലേറ്റ്, സോപ്പ്, കഴുകുന്ന സോപ്പ്, പിന്നെ കുളിക്കുന്ന സോപ്പ്, ഒരു കപ്പ്, സ്പൂണ്, പിന്നെ ചൂടുവെള്ളം വയ്ക്കുക, ഫ്ലാസ്കുകൾ 2 വേറെ ഫ്ലാസ്കും ഉണ്ട്. പിന്നെ പാത്രങ്ങൾ. പിന്നെ ഇത് ടിഷ്യൂ ആണ്, ടിഷ്യൂ പേപ്പർ, ഗ്ലാസ്, വിക്സ്, അത്യാവശ്യം
ഇത് വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട്, പാത്രം വാഷ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത്, ഡെറ്റോൾ, ഹാൻഡ് സാനിറ്ററി, ഇത് പിന്നെ പ്ലേറ്റ്, പിന്നെ കുറച്ച് കവറുകൾ, പ്ലാസ്റ്റിക്കുകൾ അത്യാവശ്യം എന്തെങ്കിലും ഇടണം പറഞ്ഞാൽ ന്യൂസ് പേപ്പർ, അങ്ങനെ കുറച്ച് സാധനങ്ങൾ ഇതിൽ വെച്ചിട്ടുണ്ട്. കൂടിയുണ്ട്. ഇത് മറ്റേ ലേബർ റൂമിലേക്ക് കൊടുക്കാനുള്ള ഒരു സാരി അവർ പറയും എപ്പോഴും, അതെടുത്ത് വെച്ച്. പിന്നെ ഷീറ്റ്, കുട്ടിക്കുള്ളത്, മാറ്റ്, പിന്നെ ഇത് എന്തെങ്കിലും തുടയ്ക്കണം പറഞ്ഞാൽ അതിന് വേണ്ടിയിട്ട് അങ്ങനത്തെ ആ സമയത്ത് ലേബർ റൂമിലേക്ക് കൊടുക്കാനുള്ള സാധനങ്ങളൊക്കെയാണ് ഇതിലുള്ളത്. കുട്ടികൾക്ക് തുടയ്ക്കാനും പുതയ്ക്കാനും വിരിക്കാനൊക്കെ ബ്ലാങ്കറ്റ് പോലെ അതൊക്കെ ഇതിൽ വെച്ചിരിക്കുന്നത്. പിന്നെ കുട്ടിക്കുള്ള ബ്ലാങ്കറ്റ്, ബെഡ്, പുതയ്ക്കാനുള്ളത് ഷീറ്റ് മോൾക്കാണെങ്കിലും യൂസ് ചെയ്യാം. പിന്നെ ഏറ്റവും അത്യാവശ്യം നമ്മുടെ റിപ്പോർട്ട് മറക്കാണ്ടിരിക്കുക. റിപ്പോർട്ട്, പിന്നെ മരുന്നുകൾ, കാൽഷ്യം, അതിൻ്റെ മരുന്നുകൾ മറക്കാൻ പാടില്ല. പിന്നെ മേക്കപ്പ് ഐറ്റം വേണമെങ്കിൽ ക്രീം, സാധാരണ മോയ്സ്ചറൈസിങ് ക്രീം, ഫേസിലിടാൻ മോയ്സ്ചറൈസിങ് ക്രീം, സൺക്രീം വേണമെങ്കിൽ യൂസ് ചെയ്യുക. ഫേസ് വാഷ്, പിന്നെ സിറം, ഹെയർ സിറം വേണമെങ്കിൽ യൂസ് ചെയ്യാം. അങ്ങനെ കുറച്ച് സാധനങ്ങൾ വേണമെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. പിന്നെ സ്ട്രെച്ച് മാർക്ക് ലോഷൻ യൂസ് ചെയ്യാം. പിന്നെ വേണമെങ്കിൽ കൺമഷിയോ പൊട്ടോ നിങ്ങൾക്ക് എങ്ങനെ വേണ്ടത് ഇതൊക്കെ യൂസ് ചെയ്യാം. അത് നിങ്ങൾക്കനുസരിച്ചിട്ട് യൂസ് ചെയ്യാം. ഓക്കെ. കാര്യം, നിങ്ങൾ ഫീഡിങ് പാഡ്, ബ്രസ്റ്റ് പാഡ് വയ്ക്കാൻ മറക്കണ്ട. അത് മേ ബി ലീക്കാകാൻ ചാൻസ് ഉണ്ടാകും. പിന്നെ അത്യാവശ്യമുള്ളതാണ് ഇത് നിപ്പിളിൽ തേക്കാനുള്ള ക്രീം. ഫസ്റ്റ് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ, നമ്മൾ ഫീഡ് ചെയ്യുമ്പോൾ നല്ല പെയിൻ ഉണ്ടാവും. അപ്പം അതിനൊരു ക്രീം ഇതന്നെ വേണമെന്നില്ല, ഏതെങ്കിലും നിപ്പിൾ നല്ല ക്രീം യൂസ് ചെയ്യാം. പിന്നെ സ്നാക്സ്, നട്ട്സോ ഡേറ്റ്സോ അങ്ങനത്തെ എന്തെങ്കിലും സ്നാക്സ് വയ്ക്കാം. ക്യാഷ് എടുത്ത് വയ്ക്കാൻ മറക്കണ്ട. ക്യാഷ് പിന്നെ ഹസ്ബൻഡോ വീട്ടിൽ അമ്മയച്ഛനോ ആരെങ്കിലുമൊക്കെ എടുത്ത് വയ്ക്കും. അങ്ങനെ അത്യാവശ്യമുള്ള സാധനം. ഓർണമെൻറ്റ്സ് ഒക്കെ മാക്സിമം അവോയ്ഡ് ചെയ്യാം.